ഉൾപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത്. കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്നും യുവതി വ്യക്തമാക്കി. അപ്പോൾ ബസ്സിൽ നിന്ന് എനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്നും ദീപകിന്റെ ഭാഗത്ത് നിന്ന് മോശം സ്പർശനമുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിലെ പ്രതി ഷിംജിത മുസ്തഫ ഇപ്പോൾ വീണ്ടും ഒരു കേസിന്റെ പിടിയിലായിരിക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഷിംജിത വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു കുട്ടി അന്താളിച്ച് നിൽക്കുന്നത് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവരുടെ മുഖം അവരുടെ അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യപ്പെടുത്തി എന്നതാണ് അവരുടെ പരാതി. തീർച്ചയായിട്ടും അവർ പറയുന്ന മറ്റൊരു കാര്യമാണ് ഈ കേസിൽ ഏറ്റവും മുൻതൂക്കം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവർ പറയുന്നു, എനിക്കൊരവസരം കിട്ടുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ തുറന്നു പറയാൻ തയ്യാറാണ് എന്ന് ആ ലേഡി പറയുമ്പോൾ ആ ലേഡിക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഷിംജിത എന്ന് പറയുന്ന ആ യാത്രിക അതിൽ നിന്നും രേഖപ്പെടുത്തിയത് 7ഓളം വീഡിയോകളാണ്. ആ 7ഓളം വീഡിയോയിൽ നിന്ന് എഡിറ്റ് ചെയ്ത് മാനിപ്പുലേറ്റഡ് ചെയ്ത് സൃഷ്ടിച്ചെടുത്തതാണ് നമ്മളെല്ലാം കണ്ട ദീപക്കും അതുപോലെ തന്നെ ഷിംജിതയും തമ്മിലുള്ള ആ വീഡിയോ എന്ന് പറയുന്നത്. ആ വീഡിയോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് ആ യാത്രിക ഈ ഷിംജിതയുടെ അടുത്ത് തന്നെ നിൽക്കുന്നത് നമുക്ക് ആ വീഡിയോയിൽ കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ ഈ സൈഡിൽ ആ വീഡിയോ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ ആ സ്ത്രീയെ കാണാൻ വേണ്ടി സാധിക്കും. അവർ പറയുന്നു, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, തുറന്നു പറയാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യണം, റിമൂവ് ചെയ്യണം, അതിനാണ് ഞാനിപ്പോൾ കേസ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സഹയാത്രിക ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ആദ്യമായിട്ട് ആ വാർത്ത ഒന്ന് കാണാം. ഉൾപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത്. കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്നും യുവതി വ്യക്തമാക്കി. അജി കുഞ്ഞുമോൻ വിവരങ്ങൾ ചേരുന്നു. അജി, ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ആ പെൺകുട്ടി എന്താണ് സംഭവിക്കുന്നത് അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന ബാക്കിലെ ഒരു പെൺകുട്ടിയുടെ മുഖം അതിൽ വളരെ വ്യക്തമാണ്. എന്താണ് ഈ കുട്ടി കാണിക്കുന്നത് എന്ന ഒരു മനോഭാവത്തിൽ ആ കുട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത്. ആ വീഡിയോ കണ്ടവർക്കറിയാം, തൊട്ട് പിന്നിൽ നിൽക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിയാണെന്ന് തോന്നുന്നു പരാതി കൊടുത്തത്. തന്റെ മുഖം വെളിപ്പെടുത്തി, ആ വീഡിയോയിലൂടെ തന്നെ മുഖം വെളിപ്പെടുത്തി എന്നാണ് ആ പരാതിയിൽ പറയുന്നത്. കേസിന്റെ ഭാഗം അന്വേഷണം വരാനുണ്ടെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്ന് പറയുന്നത്. അപ്പോൾ ആ കുട്ടിക്കും ചില കാര്യങ്ങളൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എല്ലാം തുറന്നു പറയാൻ തയ്യാറാണ് എന്നുകൂടി യുവതി വ്യക്തമാക്കുന്നുണ്ട്. ഉറപ്പായും ആ തുറന്നു പറച്ചിൽ ഈ കേസ് അന്വേഷണത്തിൽ ഏറെ നിർണായകമാകും. പ്രത്യേകിച്ച് ഈ പറയുന്ന ഷിംജിത എന്ന് പറയുന്ന ആൾ അവർ കൊടുത്ത മൊഴിയിൽ ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ആ ബസ്സിൽ ഉണ്ടായത്. എന്നാൽ ബസ്സിൽ ഡ്രൈവർക്കോ കണ്ടക്ടർക്കോ അതുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യങ്ങളും അറിയില്ല. ബസ്സിൽ എന്താണ് ബാക്കി സഞ്ചരിച്ച യാത്രക്കാരുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനമുണ്ടെങ്കിലും ആ യാത്രക്കാർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അനുഭവങ്ങളുടെ കാര്യം ആരും പറയുന്നില്ല. ബസ്സിലെ CCTVയിൽ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അപ്പോൾ സ്വാഭാവികമായും കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാർ എന്ന യുവതിയുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് ഈ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ ഏതാനും കാര്യങ്ങൾ അവർക്ക് നമ്മുടെ നിയമ സംവിധാനത്തോടും അതുപോലെ തന്നെ ദീപകിൻ്റെ കുടുംബത്തോടും പറയാനുണ്ട്. അവർക്ക് മാത്രമേ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഷിംജിത പറഞ്ഞിരുന്നു, തൻ്റെ മുമ്പിലുള്ളൊരു യാത്രക്കാരിക്ക് ദുരനുഭവം ഉണ്ടായത് ഞാൻ നേരിട്ട് കണ്ടു, അതിൻ്റെ ഭാഗത്താണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീ അവരുടെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ട്. ആ ബസ്സിനകത്ത് എന്താണ് ഷിംജിത അവിടെ വെച്ച് കാണിച്ചത്, എന്തൊക്കെ അനുഭവമാണ് ഷിംജിതക്ക ഈ പറയുന്ന ദീപകിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്, എല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയാണ് ഈ പറയുന്ന സ്ത്രീ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായിട്ടും അവർ ഇപ്പോൾ ഏതായാലും കേസുമായി മുന്നോട്ട് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർ ഇതുമായി ബന്ധപ്പെട്ട മറുപടി തീർച്ചയായിട്ടും പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ ബസ്സിൻ്റെ CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച സമയത്ത് വ്യക്തമായിട്ടുള്ള പിക്ചേഴ്സുകളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. അത് ഷിംജിതയ്ക്ക് വലിയൊരു ആനുകൂല്യം നൽകിയിരുന്നു. എന്നാൽ ഈ ഒരു സ്ത്രീ കൂടി കടന്നു വരുന്നത് കൊണ്ട് അതൊരു കാര്യം തീർച്ചയായിട്ടും തീരുമാനമാകും. വീണ്ടും ഷിംജിതയ്ക്ക് കുരുക്കായിരിക്കുന്നു. കേസിൻ്റെ മുകളിൽ മറ്റൊരു കേസ് കൂടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നിയമ സംവിധാനങ്ങൾ നോക്കിക്കുത്തിയായിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത്തരം സ്ത്രീകൾ മുന്നോട്ട് വരുന്നത് വലിയൊരു പ്രചോദനം തന്നെയാണ്. ദീപകിന് നീതി കിട്ടുക തന്നെ വേണം. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തിനെ വലിച്ച് മരണത്തിലേക്ക് എറിഞ്ഞുകൊടുത്ത ഒരാളാണ് ഷിംജിത എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും നിയമ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഷിംജിതയെ ജയിലടക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീ അവരുടെ ഒരു വൈറലാവാനുള്ള മറ്റൊരു ശ്രമമാണ്. തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായോ ഉണ്ടായില്ലേ എന്നുള്ളതല്ല. ഇപ്പോൾ ഷിംജിതൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ഇപ്പോൾ ഇതുകൊണ്ട് അവസാനിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ബസ്സിൽ നിന്നോ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത്തരം മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യണം. ചെയ്യണ്ട എന്ന് ഞാൻ എവിടെയും പറയുന്നില്ല. നിങ്ങൾ വീഡിയോ എടുക്കണ്ട എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് നിയമ സംവിധാനത്തിൻ്റെ മുന്നോട്ട് പോകാനാണ് ഏറ്റവും അഭികാമ്യം. അതിൽ നിന്നും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റു വഴി തേടിക്കോളൂ. പക്ഷേ നിങ്ങൾ ആദ്യമായിട്ട് അതാണ് ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്.
ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ കൊടുക്കാം, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു മനുഷ്യൻ ആ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നു, അതുപോലെ തന്നെ കൈ സൈഡിലോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹം തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായ കണ്ണിൽ കൂടി പോയതിന് ശേഷം നീതി നേടുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ഉത്തമമായ ഒരു വഴി. നിങ്ങൾ സമൂഹ മാധ്യമങ്ങളുടെ ഇത്തരം വീഡിയോ പ്രചരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനക്ഷതം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സംഭവിക്കുന്നു. അതുവഴി ചിലപ്പോൾ അദ്ദേഹത്തിന് ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്തരത്തിലാണെങ്കിൽ ആയിക്കോളൂ, പക്ഷേ എനിക്ക് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ നിയമമുള്ളൊരു നാടാണ്. ഇവിടെ നിന്നുള്ള കോടതികളുണ്ട്, പോലീസുണ്ട്, നിയമ സംവിധാനങ്ങളുണ്ട്, എല്ലാം തന്നെ തീർച്ചയായിട്ടും ഇന്ന് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുരക്ഷ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ നാട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും തീർച്ചയായിട്ടും അവർക്ക് തന്നെയാണ് നിയമത്തിലും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും മുൻഗണന കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ നിയമ സംവിധാനവുമായിട്ട് അത്തരം വീഡിയോ എടുത്തതിന് ശേഷം പ്രചരിപ്പിക്കുന്നതിന് പകരം നിങ്ങൾ ആ വീഡിയോ എടുത്തുകൊണ്ട് ഒരു സ്റ്റേഷനിൽ പോയതിന് ശേഷം തീർച്ചയായിട്ടും അവിടെ ഹാജരാക്കി തീർച്ചയായിട്ടും അത് കോടതിയിൽ പോയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുക. തീർച്ചയായിട്ടും അതാണ് അതിന് ഏറ്റവും വലിയ ഒരു മാതൃക എന്ന് പറയുന്നത്. അല്ലാതെ ഇത്തരത്തിൽപ്പെട്ട വീഡിയോ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതോടുകൂടി നിങ്ങളുടെ മുഖവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖവും ജനങ്ങൾ കാണുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് കുറച്ച് കാലം കഴിഞ്ഞാൽ ഇത് വേണ്ട എന്ന് തോന്നി നിങ്ങൾക്ക് ഡിലീറ്റ് ആക്കി കഴിഞ്ഞാലും ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞങ്ങളെപ്പോലെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ, നല്ലവണ്ണം റിയാക്ട് ചെയ്യുന്നവരുണ്ടാവാം, ചിലപ്പോൾ മോശം രീതിയിൽ റിയാക്ട് ചെയ്യുന്നവരുണ്ടാവാം, അവരെല്ലാം തന്നെ എടുത്തു വെച്ചിട്ട് നല്ല രീതിയിലും മറ്റു രീതിയിലും എല്ലാം നിങ്ങളെ അടക്കം ട്രോളാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്തരം ദുരനുഭവങ്ങൾ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഏതെങ്കിലും ബസ്സിൽ നിന്നോ അതുപോലെ തന്നെ ട്രെയിനിൽ നിന്നോ മറ്റു സ്ഥലത്തിൽ നിന്നോ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വൈറലാവാൻ നോക്കുന്നതിന് പകരം നിങ്ങൾക്ക് നീതിയാണ് ലഭിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിയമത്തിൻ്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോകണം. അല്ലാത്ത പക്ഷം തീർച്ചയായിട്ടും അത് നിങ്ങളെ തിരിച്ചു കൊത്തുന്ന ഒരവസ്ഥ വരും. ഇതിനെയും നല്ല രീതിയിലും റിയാക്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാകും. അതുപോലെ തന്നെ മോശം കമൻറ്റുകൾ പ്രകാരം തീർച്ചയായിട്ടും നിങ്ങളെ ട്രോളാനും ആൾക്കാരുണ്ടാകുമെന്ന് നിങ്ങൾ ഒരിക്കലും മറന്നു പോരുത്. ഷിംജിത എന്ന് പറയുന്ന ആ സ്ത്രീ ചെയ്ത ഒരു ചെറ്റത്തരത്തിന് ഇന്ന് കേരളത്തിലെ ഒരമ്മയും ഒരച്ഛനും അത്താണിയായിരുന്ന ഒരു മകനെ നഷ്ടപ്പെട്ട ഒരു വേദന തീർച്ചയായിട്ടും അത് കേരളത്തിൽ ആരും തന്നെ മറന്നു കാണാൻ വേണ്ടി സാധ്യതയില്ല. ആ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. ഇനിയെങ്കിലും ഇത്തരം അനുഭവം ഉണ്ടാകുന്ന കേരളത്തിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്തരത്തിൽപ്പെട്ട പ്രവർത്തനം ഉണ്ടാകുന്നത് എങ്ങനെ പ്രതികരിക്കണമെന്ന് പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർ ഷോക്കഡായി പോകുന്നു, ചില ആൾക്കാർ വെട്ടി തുറന്ന് ആ സമയത്ത് തന്നെ പ്രതികരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ചില ആൾക്കാർ തക്കതായ മറുപടി കൊടുക്കുന്നതും അതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രതികരണങ്ങളാണ്. അത് ഓരോരുത്തരുടെ മാനസികാവസ്ഥ തീരുമാനിക്കുന്ന പോലെയാണ് അവർ പ്രതികരിക്കുക. പക്ഷെ അത്തരം സംഭവങ്ങൾ എന്തുണ്ടായിക്കഴിഞ്ഞാലും തീർച്ചയായിട്ടും നിങ്ങൾ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആത്യന്തികമായിട്ട് എല്ലാവരും ചെയ്യേണ്ടതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.